എൻ്റെ വീട്ടിലൊരു ചെടിയുണ്ട്. ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാനതിന് ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പക്ഷെ പലപ്പോഴും ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോകും. അപ്പൊ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കുറച്ചൊന്ന് ഇല വാടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നും. ഈ തോന്നുന്ന സമയത്ത് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ വീണ്ടും ഇതേപോലെ ഒരാഴ്ച വെള്ളം ഒഴിക്കില്ല. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇലയ്ക്കൊരു വാട്ടം ഉണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വയ്യായികയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഒരു അഡീഷണൽ സപ്ലിമെന്റ് കഴിക്കും. എന്നിട്ട് ആ പ്രശ്നം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ആ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വരുമ്പോൾ അതിന് ചേരുന്ന ഭക്ഷണമോ അഡീഷണൽ സപ്ലിമെന്റോ കഴിക്കും. ഇത് ഞാൻ എൻ്റെ ചെടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പ്രോസസ്സാണ് നമ്മൾ നമ്മുടെ ശരീരത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ചെടി വളരാത്തതുപോലെ കായ്ഫലം കുറവുള്ളതുപോലെ നമ്മുടെ ശരീരത്തിനും കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അതായത് എനർജി ലെവല് കുറയും, നമ്മുടെ ആ ഒരു ഉന്മേഷം കുറയും, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളാവും, പ്രായം കൂടുതൽ തോന്നിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട്, ക്ഷീണം, ഒരു രോഗം ഒഴിഞ്ഞൊരു കാലം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ അത് നമ്മൾ ക്രമീകരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണക്രമം നമുക്ക് ഉണ്ടായാൽ മതി. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നാണ് പറയുന്നത് പഴഞ്ചൊല്ല്. പക്ഷെ നമ്മൾ എത്ര നേരം കഴിക്കും? രാവിലെ ഒരു ഭക്ഷണം കഴിക്കും, 10-11 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, 4 മണിക്ക് ചായയും കടിയും കഴിക്കും, രാത്രിയിൽ ഇനി ആവുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കും, പറ്റിയ പുറത്തു പോയിട്ട് ഒരു ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാല് നമ്മളെ രോഗിയൊന്നും അല്ല പറയേണ്ടത്, വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഈ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്നതിൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാല് വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ശീലം മാറ്റി കറക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിനും പല്ലിനും എല്ലിനും ഹാർട്ടിനും കിഡ്നിക്കും ഒക്കെ ചേരുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കഴിച്ചാല് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കണം, ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം, ഒരു ഡയറ്റ് ചാർട്ട് പറഞ്ഞു തരാം. ഓക്കെ.